ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും കായയും ഇട്ടിട്ടുള്ളൊരു ബീഫ് കറിയാണ്. നല്ല തട്ടുകട സ്റ്റൈൽ ബീഫ് കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതിനു ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സബോള വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റിയാലേ ഇതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ 2 പച്ചമുളക് ചേർത്തിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതും കൂടെ നന്നായി ഇളക്കി കൊടുക്കാം. മെയിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ബീഫ് കറിക്ക് കുരുമുളക് പൊടിയാണ് ഹൈലൈറ്റ്. കുരുമുളക് പൊടി ഇട്ട് വെച്ച ബീഫിന് ടേസ്റ്റ് കൂടും. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ബീഫ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാല നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അധികം വേണ്ട. എന്നിട്ട് അതും കൂടെ നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റിൽ കായ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ ബീഫും കായയും വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. തട്ടുകട സ്റ്റൈൽ ബീഫ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.